ഒരാൾ അർണോൾഡിന് പഠിക്കും, മറ്റേയാളോ മൈക്കിൾ ജാക്സൺ. എടാ യേശുദാസേ, നിനക്കെങ്കിലും വന്ന് എന്നെ ഒന്ന് സഹായിച്ചു കൂടെടാ. ഒരു കാര്യം മര്യാദക്ക് ചെയ്തോണ്ടിരിക്കും, ഇടയ്ക്ക് കയറി വന്നോളും. അളിയോ, മൈക്കിൾ ജാക്സന്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുക, എന്താ ട്രൈ ചെയ്യുന്നോ? ആ റാസ്കളേ, വേണ്ട വേണ്ട. ജിമ്മാശൻ തന്നെ പോയി തുറന്നാ മതി കേട്ടോ. ആ പൊട്ടനെ വിളിച്ചിട്ടും കാര്യമില്ല, അവന്റെ ചെവിയിൽ ആപ്പാ. ഇനിയിപ്പൊ ഞാൻ തന്നെ തുറക്കണോ? ഇന്നലെ എന്നെ വിളിച്ച കൊച്ചിന് തള്ള വന്നിട്ടുണ്ട്. ആ പെണ്ണിന്റെ പുറകെ വായു പിടിച്ച് നടക്കുമ്പോ ഓർക്കണായിരുന്നു. അളിയന്മാരെ എന്നെ എങ്ങനെയും ഹെൽപ്പ് ചെയ്യണം, ഞാൻ എന്ത് വേണം ചെയ്യാം പ്ലീസ്. എന്റെ കൊറേ തുണി അലക്കാൻ കിടപ്പുണ്ടായിരുന്നല്ലോ, ഞാൻ ചെയ്തോളാം. അതായത് അളിയോ, ഈ ആഴ്ച ബാത്റൂം ഞാനായിരുന്നു ക്ലീൻ ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്തോളാം. എടാ നിനക്കൊക്കെ മനസാക്ഷി ഉണ്ടോടാ? ഉള്ളി പിടക്കുന്ന ഒരു ഹൃദയം ഉണ്ടോടാ നിനക്കൊക്കെ? ആ ഞങ്ങൾക്ക് ഇത്ര കുറവാണേ, അത്രേ ഉള്ളൂ. നിനക്ക് മാത്രം മനസാക്ഷി ഉള്ളൂടാ. ഏതായാലും ഈ ആഴ്ചയിലെ അസൈൻമെന്റ് എല്ലാം നീ തന്നെ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഈ ആഴ്ചയിലെ കുക്കിങ്ങും നീ തന്നെ ഏറ്റെടുത്തളിയാ. എന്തേ ചെയ്യൂലേ അളിയാ? ചെയ്യാം. ഒളിക്കാൻ പറ്റിയ സ്ഥലമല്ലോണ്ട് പറയടാ. ഒന്ന് പോടാ അടിയാപ്പാ, പോടാ കുറക്കാൻ കുറച്ചേരം അവിടെ കിടക്ക് രണ്ടായിരം. ഇതെങ്ങോട്ട് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഇടിച്ചു കയറി വരുന്നത്? മുടിയെ തൊട്ട് കളിക്കല്ലേ? നീയാണോടാ പരദ്ഗോപിയോ? കൊറേ നേരമായി കേട്ടോ. നീ പോടാ ആഫ്രിക്കൻ. ഈ സാധനങ്ങളുടെ ശല്യമായല്ലോ. നീ പോടാ പോത്തെ. മൂന്നെണ്ണം സത്യം പറഞ്ഞോളാം. ആകെ 3 അടി നീളമുണ്ട്. അവൻ പ്രേമിക്കാൻ നടക്കുന്നു. ഞാൻ അവനെ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇതുവാണ് നിന്റെ പേഴ്സണൽ ആവശ്യം. വേണ്ട വേണ്ട വേണ്ട, ഈ വേഷം എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഇവിടുന്നാ ഞാൻ ഈ ശബ്ദം കേട്ടത്. മമ്മിയോ? കാലമായി നിന്റെ നോട്ടം ഇട്ട് വെച്ചിട്ട് നീ എന്റെ പെണ്ണിന്റെ പുറകെ എടുക്കട കയ്യ. ആന്റി ഒരുപാട് ചൂടാതല്ലേ, വെള്ളം കുടിക്കാതെ. എന്നെ നീ കളിപ്പിക്കുന്നു ഇവിടെ കേട്ടോ. കലക്കിയ പഞ്ചാര മൊത്തം വേസ്റ്റ് ആയി. അളിയാ ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. ക്ഷമിച്ചെന്ന് പറയാൻ ഞങ്ങൾ എണീക്കത്തില്ല. എന്നോട് ക്ഷമിക്കാണ്, ഇനി ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. ഇനി പേലാൽ ഇത് ആവർത്തിച്ചേക്കരുത് പറഞ്ഞ. ശരി ശരി ശരി. വിട്ടളിയാ ഞാൻ ഇടറേ ഇടറാ കുറിയച്ചാ. ഒന്ന് നോക്കട്ടെ. ഹലോ, ആ ജോർജേ, എന്നാക്കട്ടെ വിശേഷിച്ച? നേരത്തെ പരിപാടി എന്നാലും കാണിച്ചു കേട്ടോ.
മറ്റേ പെണ്ണിനെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ട് തിണ്ടി. അയ്യോ അച്ഛനല്ല അച്ഛൻ, ഞാൻ ഇവിടെ പറഞ്ഞ കുഴപ്പമില്ല അച്ഛാ, ഞങ്ങൾ എത്തിയേക്കാം. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ എത്തിയിരിക്കും, അതെന്റെ വാക്കാ. ആ ഓക്കെ 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 അച്ഛൻ, ഓക്കെ ബൈ. ഇവിടെ പൊറുച്ചോ ഒരു മണി ഒറ്റ പരിപാടി കാണിക്കരുത് കേട്ടോ. എന്തൊക്കെ പ്രശ്നം? ഇന്നലെ എന്റെ ഫോണിൽ ജോർജാൻ വിളിച്ചായിരുന്നു. അതെ, ഇന്നലെ ജോർജ് വിളിച്ചപ്പോ നീ കുളിച്ചോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് എടാ പിന്നെ തിരക്കിനെപ്പറ്റിയും കാര്യം പറയാൻ മറന്നുപോയതല്ലേ? മറന്നുപോയി. മറക്കടാ, മറക്കും. ഞാനൊക്കെ ഒരു പെണ്ണിനെ കെട്ടി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കഴിയുന്ന കാണുമ്പോ നിനക്ക് കണ്ണടിയും കുശുമ്പോ അല്ലേ? അതെ, നീ അത് മാത്രം അല്ല പിന്നെ പിന്നെ എങ്ങനെയാ പറയേണ്ടത്? ആ ആട്ടെ, എത്ര മണിക്ക് ഇറങ്ങണം അച്ഛൻ പറഞ്ഞത്? ഒരു 10 മണിയാണെന്ന് പറഞ്ഞു. ഉരിയച്ച സമയം എന്തോ ഇപ്പൊ? ഇപ്പൊ 9:30. അയ്യോ പെട്ടെന്ന്. ഹലോ. ഹലോ മനുഷ്യ, അവര് വന്നോ? ഇല്ല, വന്നില്ല. ഇനിയിപ്പോ അവര് വരാതിരിക്കുമോ? നിന്റെ കരുനാക്കടുത്ത് വളക്കല്ലേ. മനുഷ്യ ചൂടാകരുത്, എന്റെ ഫംഗ്ഷൻ തുടങ്ങാറായി. ആ ശരി. ആദ്യമേ ഒരു കാര്യം ഞാൻ അങ്ങോട്ടങ്ങ് പറഞ്ഞേക്കാം, അവിടെ പല സാധനങ്ങളും കഴിക്കാൻ കാണും. നിങ്ങളുടെയൊക്കെ പതിവ് സ്വഭാവം കാണിക്കല്ലേ പ്ലീസ്. നീ ഒന്നും കൊണ്ട് പഠിക്കണ്ട അളിയാ, ഞങ്ങൾ വളരെ ഡീസന്റ് ആയിരിക്കും. എങ്ങനെ? വളരെ ഡീസന്റ് ആയിരിക്കും. അത് മതി, അത് മതി. വീട്ടിൽ പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടിയോ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനുണ്ട്. പെണ്ണിന് ഇച്ചിരി പ്രായം കൂടുതൽ എനിക്ക് തോന്നുന്നു. നിനക്ക് തോന്നുന്നു കൂടുതലാണ്. നിന്റെ ഭാര്യയുടെ അനിയത്തിയാ? ഇതിലേതാ ചെക്കൻ? ഞാനാണ് ചെക്കൻ. അച്ഛാ, അമ്മാമ്മ എവിടെ? ജോലിക്ക് പോയല്ലോ. ഓ പെണ്ണിനെ വിളിക്കാം. മോളെ എന്താ അച്ഛൻ ഇന്നൊരു ഇവര് സംസാരിക്കണം.
പേര് എന്തുവാ? കൊച്ചച്ഛൻ ചോക്കോച്ചൻ ചാക്കോച്ചൻ. എന്റെ പേര് ചോദിക്കുന്നില്ലേ? പിന്നെ കുട്ടിയുടെ പേരെന്താ? ലവ്ലിന. നല്ല പേര്. എന്നെ ഇഷ്ടമായി. Jumma, 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 jumma,